ആരാണ് പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി? ഇന്ത്യൻ വംശജരിൽ നിന്ന് ക്രൈസ്തവ പരിശുദ്ധന്മാരുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വ്യക്തി. 123 വർഷങ്ങൾക്കപ്പുറം ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയ പുണ്യപിതാവ് മലങ്കര സഭയുടെയോ ക്രൈസ്തവ സമൂഹത്തിന്റെയോ മാത്രം മധ്യസ്ഥ പിതാവല്ല, മറിച്ച് ജാതി മതഭേദമന്യേ സർവ്വലോകത്തിന്റെയും സമ്പത്താണ്. കാലഘട്ടം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 19-ാം നൂറ്റാണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ 1848 മുതൽ 1902 വരെയുള്ള 54 സംവത്സരങ്ങൾ കൊണ്ട് 123 വർഷങ്ങൾക്കിപ്പുറവും വിശുദ്ധിയുടെ പരിമളം പരിലസിപ്പിച്ച പുണ്യവാൻ. 19-ാം നൂറ്റാണ്ട് ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായ കാലഘട്ടമാണ്. ഒരു പുതുയുഗ പിറവിയുടെ കാലഘട്ടം. യൂറോപ്പിലാകമാനം ജനകീയ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ട കാലഘട്ടം. സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും അധീശത്വത്തിൽ നിന്ന് സ്വതന്ത്രരായ പുതിയ രാജ്യങ്ങൾ തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലുണ്ടായ കാലഘട്ടം. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും തൊഴിലാളി സംഘടനകളുടെയും ആവേശം പകർന്നുകൊണ്ട് കാറൽ മാർക്സും എംഗൽസും എഴുതിക്കൊണ്ടിരുന്ന കാലഘട്ടം 19th സെഞ്ചുറി. ഏഷ്യയിലും ആഫ്രിക്കയിലും കൊളോണിയലിസം കോളനി വാഴ്ച നടമാടിയ കാലഘട്ടം. അതിനെതിരെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടായതിന്റെ ഉദാഹരണമാണ് The Indian Rebellion of 1857, the outbreak of the rebellion, the spread of the rebellion. 1880-കളിലെ ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യക്കാരുടെ അവകാശ സമരങ്ങളും അങ്ങനെ 19-ാം നൂറ്റാണ്ട് പ്രക്ഷോഭങ്ങളും സമരങ്ങളും കൊണ്ട് വീർപ്പുമുട്ടുമ്പോ കേരളമെന്ന് വിശേഷിപ്പിക്കാറായിട്ടില്ല തിരുവിതാംകൂറും കൊച്ചിയും മലബാറും എന്നീ 3 നാട്ടുരാജ്യങ്ങളുടെ നടുവിൽ അഴകായി മാറിയ പമ്പാ നദിയുടെ തീരത്ത് അന്ന് കാട്ടുപരിമല എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്നത്തെ പരിമലയുടെ അഴിപ്പുരയ്ക്കുള്ളിൽ ആഴമാർന്ന ആരാധന ജീവിതം കൊണ്ട് 19-ാം നൂറ്റാണ്ടിനെ വിശുദ്ധിയുടെ പരിമളം കൊണ്ട് പരിലസിപ്പിച്ച പിതാവിന്റെ പേരാണ് പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി.